ഗാസ നഗരത്തിൽ ഹമാസിനെതിരായ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാകുന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ വീണ്ടും യുദ്ധഭീഷണി പടരുന്നു. ഓപ്പറേഷൻ ഗിഡിയൻസ് ചാരിയറ്റ്സ് എന്ന പേരിൽ സൈനിക നടപടികളുടെ രണ്ടാം ഘട്ടമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഹമാസ് ഭീകരരെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നതിനും അവരുടെ ശക്തി കേന്ദ്രങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ചാണെന്ന് IDF വക്താവ് എഫി ഡെഫ്രിൻ വ്യക്തമാക്കി. ഈ സൈനിക വിന്യാസം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഹമാസും മറ്റു പലസ്തീൻ വിഭാഗക്കാരും വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഗാസ നഗരം കീഴടക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി പ്രഖ്യാപിച്ചു. ഈ നീക്കം വെടിനിർത്തൽ കരാറിനോടുള്ള പ്രകടമായ അവഗണനയാണെന്ന് ഹമാസ് പ്രതികരിക്കുകയും ചർച്ചകളിൽ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഇസ്രായേലിന്റെ തന്ത്രപരമായ നീക്കമാണിതെന്ന് ഹമാസ് ആരോപിക്കുകയും ചെയ്തു. ഗാസ നഗരം ഹമാസിന്റെ സൈനിക ഭരണ ശക്തി കേന്ദ്രമാണ്. മാത്രമല്ല വടക്കൻ ഗാസയിലെ ലക്ഷക്കണക്കിന് ആളുകൾ അഭയം തേടിയിട്ടുള്ള അവസാനത്തെ വലിയ നഗരങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇവിടെ സൈനിക നടപടികൾ വിപുലീകരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും. ഇതുവരെ സൈനിക വിന്യാസം ഇല്ലാത്ത മേഖലകളിലും ഹമാസിന്റെ സാന്നിധ്യം ഇപ്പോഴും ശക്തമാണെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്ന ഇടങ്ങളിലും സൈന്യം കടന്നു ചെല്ലുമെന്നാണ് ഗാർഡിയൻ പത്രം ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഗാസ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും സെയ്തുൻ പ്രദേശത്തെ നടപടികൾ പുരോഗമിക്കുകയാണെന്നും IDF വക്താവ് സ്ഥിരീകരിച്ചു. പുതിയ സൈനിക വിപുലീകരണത്തിന് മുന്നോടിയായി 60,000 റിസർവ് സൈനികരെ കൂടി വിന്യസിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലിനുള്ളിൽ തന്നെ ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ, മുൻ സൈനിക മേധാവികൾ, ഇന്റലിജൻസ് മേധാവികൾ തുടങ്ങിയവർ ഗാസയിലെ സൈനിക നടപടികൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പല ബന്ദികളുടെയും കുടുംബങ്ങളും ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്നുണ്ട്. ഗാസ നഗരത്തിലെ വിപുലമായ ആക്രമണം ഹമാസിന്റെ കൈവശമുള്ള 50ഓളം ബന്ദികളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുമെന്നാണ് ഇവരുടെ പ്രധാന ആശങ്ക. കൂടാതെ രാഷ്ട്രീയ കാരണങ്ങളാൽ നെതന്യാഹു സർക്കാർ യുദ്ധം തുടരുകയാണെന്നും ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ പരാജയപ്പെട്ടുവെന്നും ആരോപിച്ച് റിസർവ് സൈനികർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് പുതിയ സൈനിക നടപടി. ഐക്യരാഷ്ട്രസഭയും വിവിധ മാനുഷിക സംഘടനകളും ഗാസയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം, ഭക്ഷണം, വൈദ്യുതി എന്നിവയുടെ ലഭ്യത തീരെ കുറവാണ്. ആശുപത്രികൾ തകർന്ന അവസ്ഥയിലാണ്. ആയിരക്കണക്കിന് നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കൂടുതൽ സൈനിക നടപടികൾ ഈ ദുരിതത്തിന്റെ ആഴം വർദ്ധിപ്പിക്കും. വെടിനിർത്തൽ കരാറിനുള്ള മധ്യസ്ഥ ചർച്ചകളിൽ ബന്ദികളുടെ മോചനം, സൈനിക നടപടി അവസാനിപ്പിക്കൽ, മാനുഷിക സഹായം എത്തിക്കാനുള്ള വഴികൾ തുറക്കൽ എന്നിവയാണ് പ്രധാന വിഷയങ്ങൾ. ഖത്തർ, ഈജിപ്ത്, US തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ പുതിയ സൈനിക നീക്കം ഈ ചർച്ചകളുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കും. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് നെതന്യാഹു ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഈ നിലപാട് വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുന്നു. ഇസ്രായേലിന്റെ ഈ നിലപാടിന് പിന്നിൽ ആഭ്യന്തര രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നും വിലയിരുത്തുന്നുണ്ട്. യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹുവിന്റെ സർക്കാർ താഴെ പോകാൻ സാധ്യതയുള്ളതിനാലാണ് യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതാണെന്നും വിമർശകർ ആരോപിക്കുന്നു. ഹമാസ് എന്ന ഭീഷണിയെ പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെങ്കിലും പുതിയ ആക്രമണങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ ദുരിതങ്ങൾ മാത്രമേ സമ്മാനിക്കൂ എന്ന് അന്താരാഷ്ട്ര സമൂഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗാസ നഗരത്തിലെ ഓപ്പറേഷന്റെ ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്രായേലിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഈ നീക്കം സഹായിക്കുമോ അതോ ബന്ദികളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമോ എന്ന് കണ്ടറിയണം. സൈനിക നടപടികൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ ഗാസയിലെ ജനങ്ങളുടെ ദുരിതം കൂടുതൽ വർദ്ധിക്കും. സമാധാന ചർച്ചകൾക്ക് മേൽക്കൈ നേടാനും മാനുഷിക പ്രതിസന്ധിക്ക് അറുതി വരുത്താനും ഇരുപക്ഷവും തയ്യാറാകുമോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു.